ഹലോ അസ്സലാമലൈക്കും. പടച്ചോനെ ഇപ്പൊ തന്നെ ഒരു ഏറ് കിട്ടി. കൊണ്ടക്കണി നല്ല മട്ട ഉണ്ടോ? നാലാളെ മുന്നിൽ നാണം കെട്ടിനി. കണ്ണാപ്പീസാണ് ഗൈസ്. വയനാടിന്റെ ബോർഡറിലും കിടത്തി നമ്മള് എല്ലാരും വ്യൂ പോയിന്റ് കാണാൻ വേണ്ടി പോണേ. വാപ്പച്ച് സെൽഫി ഒടിഞ്ഞു. ഇവിടെ പിന്നെ ഫോട്ടോഷൂട്ടും. എടാ എത്ര ചെറുതാടാ വണ്ടികളൊക്കെ കാണാൻ. നമ്മളാദ്യമായിട്ട് നല്ല ഇട്ടുണ്ട്, എന്നാലും എക്സ്പ്രഷൻ വേണ്ടേ? അതിട്ടാണുള്ളൂ. ഒക്കത്തിന് ആട്ടി കൂട്ടിക്കയറ്റാണ്. പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ കേറാൻ മടിയാണല്ലോ എത്തണം. ഇയാളാണ് നമ്മൾ ചോരണ്ടാക്കിയ ആള്. പേര് നമുക്കറിയാം, അറിയണല്ലോ ഒന്ന് കമ്പനി തള്ളി. ചെക്കന് സ്വഭാവം ഇടക്കിട്ട് മാറും. എന്തപ്പ ചെയ്യാ, കണ്ടക്ടറായി പോയില്ലേ. സോറി മാനേജർ. രാവിലത്തെ ചായ കുടിക്കാൻ വേണ്ടി സ്ഥലത്ത് നിർത്തി. പ്ലേറ്റ് ഇങ്ങോട്ട് കിട്ടിയാണ്. പൊറാട്ടയാണല്ലേ റബ്ബേ. നല്ല കുറുമക്കറിയുണ്ട്, നല്ല ചൂടി ചായ കുടിച്ചാൽ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് എത്തി. സ്ഥലത്തിന്റെ പേരൊന്നും നമുക്ക് വല്ല അറിയില്ല. ഇവിടെ കാണാനാണെങ്കിലോ ഓവറായിട്ടൊന്നും ഇല്ല. ബോട്ടിംഗ് ഉണ്ട്, അതിന് വേറെ കൈ എടുക്കണം. കേറാനും വേറെ കൈ എടുക്കണേ. ഒക്കെ കൂടി ആവുമ്പോൾ നമുക്ക് നടക്കൂല. അതുകൊണ്ട് നമ്മൾ നടത്താൻ തുടങ്ങി. നടന്ന് ഒരുപാട് അടക്കാണ്ട്. കുറെ ഇതേപോലത്തെ ചെങ്ങായിമാരും കാണാം. ചെറിയൊരു ഷോർട്ട് വീഡിയോക്ക് വേണ്ടി മണ്ടാൻ പറഞ്ഞു. ഇവരാണെങ്കിൽ മണ്ടിയിട്ട് നിൽക്കണ്ട. കുഞ്ഞോനും പേത്തല വണ്ടി. അവസാനം നമ്മളൊക്കെ പാടെ കൂടിയാണ് വണ്ടി. കൂട്ടപ്പാച്ചിലും കണ്ട് കർണാടകയിൽ കുറച്ച് ഭായിമാരൊപ്പം കൂടി. കൂട്ടത്തിന്റെ തലവൻ ഈ വിവേക് ഭായി കേട്ടോ. ആളൊരു നൈസാണ്, പച്ചപ്പാവാണ്. ഇങ്ങനത്തെ ട്രിപ്പൊക്കെ പോകുമ്പോൾ ഇങ്ങനത്തെ കുറെ ആൾക്കാരെ കിട്ടും. അതാണ് നമ്മൾ പെട്ടെന്ന് പരിചയപ്പെടുകയും ചെയ്യും. നല്ല കമ്പനിയാണ് എല്ലാവരും. അതാണ് നമുക്ക് വേണ്ടിയതും. പക്ഷെ ഈ മണ്ടലിൽ നമ്മൾ പ്രത്യേകിച്ച് പേരൊന്നും പറഞ്ഞില്ല. നിങ്ങൾ കാരണം കൂട്ടിയാൽ മതി.